അല്ല ജയ, ഈ ടോണി സദാനന്ദ മുതലും തമ്മിൽ എന്താ ഇടപാട്? എന്താ? അല്ല, ഓരോ പ്രാവശ്യവും ലക്ഷങ്ങളല്ലേ കൈമാറുന്നത്? ഇപ്രാവശ്യം 10 ലക്ഷം. അത് പിന്നെ എന്തെങ്കിലും ബിസിനസ് കാണുമായിരിക്കും. നമ്മൾ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതിപ്പോ നമ്മൾ ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്യുന്നു, അത്ര തന്നെ. നമ്മളോട് മുതലാളി ഡീസന്റ് ആയിട്ടല്ലേ പെരുമാറുന്നത്. അത് ശരിയാ. കല്യാണിയുടെ വിവാഹത്തിന് മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം ചോദിക്കണം. സഹായിക്കാതിരിക്കില്ലല്ലേ? പക്ഷേ ഞാൻ കല്യാണത്തിന് ശേഷമാ സാമ്പത്തിക സഹായം ചോദിച്ചു. ആര്? മുതലാളിയോടോ? എന്റെ അമ്മായിയപ്പനോട്. എത്ര പെട്ടെന്ന് കാലം ഓടിപ്പോകുന്നല്ലേ. എന്റെ ഈ വിരലി തൂങ്ങിയിടുന്ന കല്യാണിയാ ഇപ്പതാ കല്യാണ പെണ്ണായിരിക്കുന്നു. പേടിക്കണ്ടോ? പതുക്കെ നേരെ ഇറങ്ങിക്കോ. വരുന്നുണ്ട്. ഓക്കെ. അമ്മേ ഈശ്വര. അമീദക്ക പതിവ് ചായ 2. എത്തിയോ? പതിവ് പഴംപൊരി. പഴംപൊരി അല്ല, അതേതോ പഴയ പൊരിയാ. കടയിൽ നോക്ക്. ഇനിയിപ്പോ എന്ത്? എനിക്കൊന്നും അറിയില്ല. നീ മുതലാളിയെ വിളിച്ച് പറ. നിങ്ങൾ പോലീസിനെ വിളിച്ച് എന്ത് കാര്യത്തിന്? പോകേണ്ടത് പോയി. 10 മിനിറ്റിനകം പൈസ അതിർത്തി കിടക്കും. അതെ, നമുക്ക് ആദ്യം മുതലാളിയായിട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. മുതലാളി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. മുതലാളി, മുതലാളി ഞങ്ങൾ കാണാൻ വേണ്ടി. നിന്റെ നാടകമൊന്നും എന്നോട് വേണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് തിരിച്ചാ, അല്ലെങ്കിൽ സദാനന്ദൻ ആരാണെന്ന് നീ അറിയും. ഞാൻ പറഞ്ഞില്ലേ ആദ്യം വരും അപകടമാണ്. ഇത് ഒത്തുകളിയാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സത്യത്തിൽ എന്താ കാശടിച്ച് മാറ്റിട്ട് കടന്നു കളയാൻ നോക്കുന്നോടാ. പ്ലീസ് മുതലാളി, ഞങ്ങൾ പറയുന്നൊന്നും കേക്ക്. പ്രതിയും കൂട്ടുപ്രതിയും മോഷണ കേസിൽ അകത്താവും. പറ, കാശ് എവിടേക്കാ കടത്തിയത്? കൂട്ടുകള്ളന്മാരെ തിരിച്ചു വിളിച്ച് മര്യാദയ്ക്ക് ആ 10 ലക്ഷം തിരിച്ചു കൊണ്ടുവരാൻ പറ. ഇല്ലേൽ കള്ളൻ ജയശങ്കർ അറസ്റ്റ് ചെയ്ത വിവരം നാട്ടിൽ മുഴുവൻ പാട്ടാവും. അത് പിന്നെ മുതലാളി, എനിക്ക് കുറച്ച് സാവകാശം. കുറച്ച് സാവകാശം? നാളെ തന്നെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ പെങ്ങടെ കല്യാണമല്ല, നിന്റെ ശവടക്കായിരിക്കും അവിടെ നടക്കുക. ഓർമ്മയുണ്ടോ മാധവി? വന്നല്ലോ. എന്താ എന്താ ഏട്ടാ? എന്താണ് നീ വല്ലാണ്ടിരിക്കുന്നേ? ഇതിനും മാത്രം എന്ത് ചോദിക്കാനിരിക്കുന്നു? കാശ്, പണം, എന്തിനും പണം വേണം. ഞാനൊരു തുക പറയാം. സെന്റിന് ഒരു 10,000. ഇറങ്ങി പോകുന്നുണ്ട് അവിടെ. ഏട്ടാ എന്താ ഏട്ടാ പറ്റിയത്? ഒന്നുമില്ല. ഇന്ന് കുറച്ച് ജോലി കൂടുതലായിരുന്നു. ഈ കല്യാണ ചെലവിന്റെ കാര്യമൊക്കെ ഓർത്ത് ഏട്ടൻ എന്തിനാ വെറുതെ മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് സ്വസ്ഥതയും തരില്ല. നാളെ തന്നെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ പെങ്ങടെ കല്യാണമല്ല, നിന്റെ ശവടക്കായിരിക്കും അവിടെ നടക്കുക. കാശ്, പണം, എന്തിനും പണം വേണം. നമ്മുടെ സേതുവിനെ പോയി കാണാൻ. കോടീശ്വരനാ. ഒരു സഹായം ചോദിച്ചു ചെല്ലുന്നതിൽ അവന് സന്തോഷമേ ഉണ്ടാവൂ. അവന്റെ ബിസിനസ്സിൽ കോടികളാ വന്നു മറിയുന്നത്. നമ്മളൊരു സഹായം ചോദിക്കാൻ കാത്തിരിക്കാവൂ അവൻ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാ
അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം സദാനന്ദ മുതലാളിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാം. പിന്നെ എന്തിനാ പോകുന്നതെന്നൊന്നും വീട്ടിൽ ആർക്കും സംശയം തോന്നരുത്. പുറത്താരും അറിയുകയും വേണ്ട. വിവാഹം നിശ്ചയിച്ച നിന്റെ പെങ്ങള് വീട്ടിലുണ്ട്. കല്യാണം നടത്താനല്ല, മുടക്കാനല്ലേ നാട്ടുകാർക്ക് എപ്പോഴും ഉത്സാഹം. അപ്പൊ പോവല്ലേ? പിന്നല്ലാതെ. സെന്റിനൊരു 10,000. ഒന്ന് ആലോചിച്ചിട്ട് പറ. നീ കല്ലിഞ്ഞെടുത്ത. അയ്യോ, പെട്ടെന്ന് ഇപ്പൊ ഏത് കമ്പനിയിലെ ഏട്ടന് ജോലി കിട്ടിയത്? ജോലിയൊന്നും ആയിട്ടില്ലടി. ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കടന്നു കൂടിയാ ചിലപ്പോ കിട്ടും. ഞാൻ 1-2 ദിവസത്തിൽ തിരിച്ചെത്തുന്നു. ആ അമ്മേ, ഈ വല്യേട്ടൻ എറണാകുളത്ത് എവിടെയാന്ന് പറഞ്ഞത്? അതിന് ഏട്ടൻ പുള്ളിക്കാരനെ കാണുന്നുണ്ടോ? ആ ഏയ്, ഞാനെന്തിനാ പുള്ളിക്കാരനെ കാണുന്നത്? എന്തായാലും ഞാൻ ടെസ്റ്റ് എഴുതാൻ സിറ്റിയിലേക്ക് പോവാണല്ലോ. അബദ്ധത്തിൽ എങ്ങനെ മുന്നിൽ ചെന്ന് ചാടണ്ടാന്ന് കരുതിയിട്ടാ. അല്ല, കണ്ടാലും ഞാൻ മിണ്ടില്ല കേട്ടോ. അതല്ലടാ, നീ ചെന്ന് കാണണമെന്ന് തന്നെയാ ഞാൻ പറയുന്നത്. എന്തിന്? അമ്മയല്ലേ പറയുന്നത്. കഴിഞ്ഞതൊക്കെ മറക്കുമോനെ. 10-15 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയതല്ലേ അവൻ. ആളാകെ മാറിയിട്ടുണ്ടാവും. ആ, എന്റെ കയ്യിൽ അവന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. ഞാൻ കൊണ്ടുവരാം. എന്തിനാ അമ്മ ഈ ഫോട്ടോയൊക്കെ? ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ അങ്ങനെ പലതും പറയും. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഏട്ടന്റെ ഈ സ്വഭാവം എനിക്കിഷ്ടം. നമുക്ക് നമ്മുടെ അഭിമാനല്ലേ വലുത്, അല്ലേട്ടാ? പിന്നല്ലാതെ. ഇത് വെച്ചു. എനിക്കതൊന്നും കാണണ്ട. എന്നാ വേണ്ട. അല്ല, ഏതായാലും ഒരു വഴിക്ക് പോണതല്ലേ, ബാഗിന്റെ സൈഡിൽ കിടന്നോട്ടെ. പടി. എറണാകുളത്തേക്കായിരിക്കും അല്ലേ? എന്തോ? എറണാകുളത്തേക്കാണോ? ഞാനും എറണാകുളത്തേക്കാ. അല്ല, എന്താ പണി? സാധാരണ പണികളൊക്കെ തന്നെ. സാധാരണ പണിയാണെന്ന് കണ്ടാ പറയൂല കേട്ടോ. പിന്നെന്ത് പറയും? ഒരു രാജകലയുണ്ട്. ഓ, നമുക്കെന്താ പണി? ഇതൊക്കെ തന്നെയാണ് പണി. ആരുടെ മുഖത്തോക്കും ലക്ഷണം തലക്ഷണം പറയും. ജോത്സ്യൻ വിനായക പണിക്കർ. ജ്യോതിശാസ്ത്രം അരച്ച് കലക്കി കുടിയ പണ്ഡിതനാ. ഓഹോ, കണ്ടാ പറയില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടത് പറയും. ഓ, മുഖലക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ആള് കേമന. എന്താ പേര്? ജയശങ്കർ. നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ജയം. പേരില് മാത്രമേ ഉള്ളൂ, ജീവിതത്തിലൊന്നുമില്ല. അതെ, തോൽവി ജയത്തിന്റെ മുന്നോടിയാ. ആട്ടെ, നാളെന്താ? പൂരം. ആ, പോര്. പൂരപ്പെരുമയുടെ കാലല്ലേ വരാൻ പോണേ. അതേ സിനിമ. இந்த 1 ரூபாயை வச்சுதான் பூ விழுந்தா பூ பாத, രജനീകാന്തിന്റെ സിനിമ. 4 കാശില്ലാതെ വട്ടം തിരിഞ്ഞിറങ്ങവൻ ഒറ്റ രൂപ കൊണ്ട് കോടീശ്വരനായ കഥയാ ശിവജി. இனி நான் போற பாதை சிங்கப்பாதை. ഞാൻ സ്വപ്നത്തില് തനിക്ക് ഒരു ക്യാപ്പിട്ട് തല്ലിക്കൂടോ. മാറി വിട്.